ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന 7 കറികളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അതെല്ലാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ എല്ലാത്തിനും. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാമേ. അപ്പൊ ആദ്യത്തെ നമ്മുടെ കറി എന്ന് പറയുന്നത് ചെമ്മീനും മച്ചിങ്ങയും ഉലർത്തിയതാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുടംപുളി, പിന്നെ നീളത്തിലരിഞ്ഞ അച്ചിങ്ങ, ഉപ്പ്, മഞ്ഞള്, മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തോളൂ. എന്നിട്ട് അതൊന്ന് വെള്ളം വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴേക്കും നമുക്ക് ഒന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടെ ജസ്റ്റ് ഒന്ന് താളിച്ച് അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീനും അച്ചിങ്ങയും ഉലർത്തിയത് റെഡി ആയിട്ടോ. നെക്സ്റ്റ് പരിപ്പ് കറിയാണേ. അതിന് പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ സവോള, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ എല്ലാം കൂടി ഒന്നിച്ചിടാം കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് ആ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും പിന്നെ ലേശം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വിസിലടിപ്പിക്കുക. ഒരു 2-3 വിസിലടിപ്പിക്കുക. പരിപ്പിന്റെ വേവിന്റെ അനുസരിച്ചുള്ള വിസിലടിപ്പിക്കുക. എന്നിട്ട് അതിലേക്ക് വിസിലൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചിട്ട് ലേശം മല്ലിയിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം, പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അടുത്തത് പപ്പടം റോസ്റ്റ് ആണേ. അതിന് നമ്മൾ പപ്പടം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് സാധാരണ പപ്പടം വറുക്കുന്ന പോലെ അതിനെ ആദ്യമേ ഒന്ന് വറുത്ത് മാറ്റാം. എന്നിട്ട് ആ എണ്ണയൊന്ന് മാറ്റിയിട്ട് വേറെ പപ്പടം വറുത്തതിന് ശേഷം ആ എണ്ണ മാറ്റിയിട്ട് വേറെ നല്ല വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് ചെറിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. ലേശം ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി, പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട്. പിന്നെ ഒരല്പം കറിവേപ്പിലയും പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, അതുപോലെ ക്രഷ്ഡ് ചില്ലി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് മൂപ്പിക്കുക. അധികം മൂത്ത് പോകരുത്. മുളക് പൊടിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കരിയുമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് പപ്പടവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പൊടിയാണ്ട് പതിയെ സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പൊ നമ്മുടെ പപ്പടം റോസ്റ്റ് റെഡിയാവും. ഇതിങ്ങനെ പിള്ളേർക്ക് സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ കൊടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു മാങ്ങക്കറിയാണേ. ഇതിന് നമ്മൾ 2 ദിവസം മുന്നേ തന്നെ മാങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കണം കേട്ടോ. അത് ഒത്തിരി ദിവസം ഒന്നും വെക്കണ്ട, 2 ദിവസം വല്ല വെച്ചാൽ മതി. 2 പച്ചമുളകും കൂടെ അരിഞ്ഞ് ഒന്ന് ഉപ്പ് തിരുമ്മി 2 ദിവസം വെച്ചേക്കണം. എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടിയിൽ കടുക് പൊട്ടിച്ചിട്ട് ചെറിയുള്ളി, കറിവേപ്പില, പിന്നെ വറ്റൽമുളക് ഇത് 3ഉം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് വഴറ്റി, നമ്മൾ സാധാരണ താളിക്കുന്ന പോലെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് വഴറ്റി അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആ ഉള്ളിയും ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി ഇവ 3ഉം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിന്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ മാങ്ങയും കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം കുറച്ച് അധികം ഒഴിക്കണം, കാരണം ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ. നന്നായിട്ട് മിക്സ് ആയിട്ട് അത് അതിൽ കിടന്നങ്ങ് പറ്റണം. അപ്പൊ നല്ല ടേസ്റ്റ് വരും കേട്ടോ മാങ്ങയ്ക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചധികം വെള്ളം ഒഴിക്കണം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി, കാരണം നമ്മൾ മാങ്ങയിൽ ഉപ്പ് തിരുമ്മി വെച്ചതായതുകൊണ്ട് ചിലപ്പോൾ ചേർക്കേണ്ടി വരില്ല. അപ്പൊ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. അങ്ങനെ കുറച്ചധികം സമയം ഒരു 5-10 മിനിറ്റ് ഈ മാങ്ങേനെ ഇങ്ങനെ ഇട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ തിളച്ച് അതിന്റെ വെള്ളം നന്നായിട്ട് വറ്റി കുറുകി അതൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ മാങ്ങക്കറിക്ക്. നിങ്ങളൊന്ന് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് കേട്ടോ. ഇതുപോലെ മാങ്ങ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിങ്ങനെ കുറുകി നല്ല ഇതായിട്ട് വരും കേട്ടോ. അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ അടുത്തത് പച്ചമുളക് ഫ്രൈ ആണേ. അതിനായിട്ട് നീളമുള്ള പച്ചമുളക് എടുത്തിട്ട് അതിന്റെ നടുകെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന്റെ ഉള്ളിലത്തെ അരിയെല്ലാം റിമൂവ് ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ഉപ്പ് തിരുമ്മി കൊടുക്കണം. ഉപ്പ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പ്, ഒരുപാടല്ല, ലേശം ഉപ്പ് എടുത്തിട്ട് അതിന്റെ ഉള്ളിലെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം, ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ജസ്റ്റ് ഇട്ടിട്ടൊന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതും സൂപ്പർ സാധനമാണ്. ഇത് കഴിച്ചിട്ടില്ലാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വേറെ കറിയൊന്നും ഇല്ലാത്ത ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സാധനമാണ് കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണേ. അടുത്തത് മീൻ പീര അല്ലെ മീൻ വറ്റിച്ചത്. ഇതിനെ നമുക്ക് ചെറിയ മത്തി ഇങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കൊടംപുളി, കറിവേപ്പില,
പിന്നെ ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചുവന്നുള്ളിയും തേങ്ങയും കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒതുക്കിയാൽ മതി. എന്നിട്ട് ആ അരപ്പും കൂടി മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് വറ്റിച്ചെടുക്കാനുള്ളതാണല്ലോ. അപ്പൊ അതിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതിന് നമുക്ക് നത്തോലി മീനില്ലേ, ചെറിയ കൊഴുവ, അതും ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. ചെറിയ എല്ലാ മീനുകളും ഇതിന് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ അതിനെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ മീൻ ഉടഞ്ഞു പോകാണ്ടൊന്ന് സൂക്ഷിച്ചിളക്കണേ. പിന്നെ നന്നായിട്ട് അതിനെ വറ്റിച്ചെടുത്തിട്ട് ലേശം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ മീൻ പീര റെഡി. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ഇത്രേ ഉള്ളൂ. നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മാത്രം മതി. അടുത്തതൊരു മുളക് ചമ്മന്തിയാണേ. ഇതിന് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അതിനെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് 2-3 വറ്റൽമുളക്, എരിവിന് ആവശ്യത്തിന്, നമുക്ക് എന്തൊരു എരിവ് വേണമെന്നോ അതിനാവശ്യത്തിനുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ആ വറ്റൽമുളകും ഒന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പം അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. എണ്ണ ഒന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. എരിവൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ചമ്മന്തി. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതായിട്ടാണ്. ഒരു വേറിട്ട ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് കാണിച്ച എല്ലാ കറികളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. Thanks for watching. Like, comment, share and subscribe.